വെൽക്കം ബാക്ക് ടു ത്രിനിക മറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഡെയിലി വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉള്ളത് ഞങ്ങൾ പള്ളി പെരുന്നാളാണ് കേട്ടോ. അപ്പം അതിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് രാവിലെ പ്ലാൻ ചെയ്തത്. ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് നൈറ്റ് അങ്ങനെ വരത്തില്ല. ഞങ്ങളൊരു പള്ളി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഉച്ച കഴിഞ്ഞുള്ളൊരു, കാരണം പള്ളി പോയപ്പോ ഉള്ളത് പള്ളിയിലുള്ളത് അങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പതിവിന് ലേറ്റ് ആയിട്ടാണ് പള്ളി പോയത്. കാരണം ഇന്നലെ രാത്രി എനിച്ചൊരു കുറച്ച് സീനായ കാരണം എനിക്ക് നേരെ ചെവി ഉറങ്ങാൻ പറ്റില്ല. പിന്നെ രാവിലെ തന്നെ അപ്പം കയറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിന്റെ ഉറക്കം പോയി. അതുകൊണ്ട് പിന്നെ ഏഞ്ചലിനെ ഒരുക്കി എടുത്ത് പെട്ടെന്ന് ഏഞ്ചലിന്റെ ഇഞ്ചക്ഷൻ വെച്ചോണ്ട് 9 മന്തിന്റെ ഇഞ്ചക്ഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏഞ്ചലിന് കയ്യിലും കാലിലും ഒക്കെ ആരെങ്കിലും ഒക്കെ തൊട്ടാൽ ഭയങ്കര പേടിയാണ്. ആളെന്തോ ചെയ്യാൻ വരുന്നു എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ കയ്യിലും തൊടാൻ സമ്മതിക്കില്ല, അവള് കാലിലും തൊടാൻ സമ്മതിക്കില്ല. അപ്പൊ ഷൂ ഒക്കെ ഇടാനായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പൊ ഒരു പാട് വിട്ട് ഞങ്ങളെ ഷൂ ഒക്കെ ഇടാൻ. മറ്റേത് മുടിയൊക്കെ വേറെ 5 മിനിറ്റ് കൊണ്ട് കെട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു 15-20 മിനിറ്റെങ്കിലും വേണം ഏഞ്ചലിന് മുടി കെട്ടാൻ. അങ്ങനെ കുറച്ച് സീനൊക്കെ ആയി. ഞങ്ങള് ഇറങ്ങിയപ്പോ തന്നെ ലേറ്റ് ആയി. ഞങ്ങൾ കുറച്ച് വീഡിയോ ആദ്യം ഇന്നത്തെ കാണുന്നതിന് മുമ്പേ തലേന്നത്തെയും കൂടെ ഞങ്ങൾക്ക് കുറച്ചിടാനുണ്ട്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തലേന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കുറച്ച് വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് പെരുന്നാൾ വിശേഷത്തിലോട്ട് പോകാം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പൊ ബ്ലോഗിലോട്ട് പോകാം. അപ്പൊ ഈ വീഡിയോ തലേന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ. തലേന്ന് നമുക്ക് പ്രദക്ഷിണവും കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോ എടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ. ഇത് പ്രദക്ഷിണം ഇറങ്ങാനായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ. ഓരോരുത്തരെയായിട്ട് അംഗങ്ങളെ പള്ളിക്കകത്തുനിന്ന് ഇറക്കിയിട്ട് പിന്നെ ഫ്ലവർ ഗേൾസ്, മാലാക, അങ്ങനെ പിള്ളേരൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരെ സൈഡിൽ നിന്നൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ പള്ളിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ. തിരക്ക് കാരണം ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ പിള്ളേരുടെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം തിരക്കൊക്കെ കാരണം നമ്മൾ എത്ര സൂം ചെയ്തിട്ടും കിട്ടുന്നില്ലായിരുന്നു. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1500 കുടുംബങ്ങളുള്ള ഇടവകയാണ് കേട്ടോ ഞങ്ങളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷം വന്നാൽ ഭയങ്കര തിരക്കും കാര്യവും തന്നെ ആയിരിക്കും. പിന്നെ പ്രദക്ഷിണം ഞങ്ങൾക്ക് വിചാരിച്ചൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അന്നേരം ലൈവ് പോയിട്ടുണ്ടായിരുന്നു പ്രദക്ഷിണം പോകുന്ന സമയത്ത്. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടവരെ പള്ളിയിൽ നിന്ന് ഇറക്കി പിന്നെ സൈഡിലൂടെയൊക്കെ കയറ്റുമായിരുന്നു മാലകമാരെയും ഈ ഫ്ലവർ ഗേൾസിനെയൊക്കെ. അതിനിടയിലൂടെ ബാൻഡൊക്കെ കയറ്റി അങ്ങനെ പോകുമായിരുന്നു. ഞങ്ങൾ പ്രദക്ഷിണം ഏകദേശം കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പ്രദക്ഷിണം. അതുകൊണ്ട് തുടക്കം മുതലേ കിട്ടിയില്ല, കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ സൈഡിൽ കാണുന്നേക്ക ബാൻഡിന്റെ ഇതാണ് കേട്ടോ. തുടക്കം കൊട്ടും പിന്നീട് നടുക്ക് വെച്ചാണ് ബാൻഡും വരുന്നത്. അതുകൊണ്ട് തുടക്കത്തെ കൊട്ടൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഏഞ്ചല് വാവ ഇതെല്ലാം കണ്ടിട്ട് ക്ലാപ്പൊക്കെ ചെയ്തോണ്ടൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഏഞ്ചല് ഓർമ്മ വെച്ച് ഇപ്പം ഒരുവിധമൊക്കെ അറിവുള്ള പ്രായമായല്ലോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഏഞ്ചല് കാണുന്നത്. അതിനു മുന്നേ ഏഞ്ചല് കുഞ്ഞായിരുന്നപ്പോഴും 6 മാസമൊക്കെ ഉള്ളപ്പോഴെല്ലാം പള്ളിപ്പെരുന്നാൾ വന്നപ്പോഴെല്ലാം ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കത് എന്താണെന്നൊന്നും അറിയാനുള്ള വിവരമായിട്ടില്ലായിരുന്നു അന്ന്. ഇപ്പൊ പിന്നെയും വിവരം വെച്ച് തുടങ്ങിയോണ്ട് ഇതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആളെ കൊണ്ട് പറ്റുന്നുണ്ട്. അന്നൊന്നും കൊച്ചിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചിന് ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ കിടന്ന് കരച്ചിലായിരിക്കും, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പോഴാണ് കൊച്ചൊന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് പ്രസിഡന്റുമാരാണ് കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ആയിരുന്നു തലേന്നത്തെ കുട്ടി കുട്ടി വിശേഷങ്ങള്. ഞാൻ പിന്നെ മാലാഖേനെയൊക്കെ സൂം ചെയ്തെടുത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാതാവിനെ ഇറക്കുന്നത്. മെയിൻ ആയിട്ടുള്ള സീനാണ് ഇത്. ഇതാണ് ലാസ്റ്റ് പ്രദക്ഷിണത്തിന്റെ ലാസ്റ്റ് ഇറങ്ങുന്നത്. ഈ മാതാവിനെയും പിന്നെ അൾത്താര ബാലകരും അച്ഛനും എല്ലാരും കൂടിയിട്ടാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. ആ ഒരു സീനാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതുവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അതുകൊണ്ടാണ് നല്ല ലേറ്റായി പോയതും ഞങ്ങൾ ഇറങ്ങാനായിട്ട്. പിന്നെ പള്ളിയിൽ പോയതും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അന്നേരമായിട്ട് ഏഞ്ചലിന് ഭയങ്കര വാശിയും കാര്യങ്ങളായിരുന്നു.
ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് കാണും അവളെ തന്നെ ഒരുക്കി എടുക്കാൻ. അതിനിടയിൽ ഫുഡും കൊടുത്ത് മുടി കിട്ടാൻ അവള് തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഒരുക്കി എടുത്തിട്ട് ഓടിയത്, അല്ലെങ്കിൽ അമ്മ വഴക്കു പറയുന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം ഏഞ്ചലിന് ഒന്നാമത് 9 മന്തിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് നാളായതേ ഉണ്ടായിരുന്നുള്ളൂ. 9 മന്തിന്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ആളുടെ മുടി പിടിക്കാനോ കൈ തൊടാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലായിരുന്നു ഈ പ്രദീക്ഷണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ആൾക്ക് നമ്മൾ കൈ പിടിച്ചാലോ കാലിൽ പിടിച്ചാലോ ഈ മുടി കെട്ടിയാലോ എല്ലാം ഭയങ്കര പേടിയായി, ഇഞ്ചക്ഷൻ വെക്കാനാണോ എന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ആള് സമ്മതിക്കാത്തത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആള് ചിരിക്കുകയും ഫോണിന് പിടിക്കാനും ഒക്കെ വരെയൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ കുട്ടി മാലാഖമാരെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇത് പിന്നെ ഇടയില് കുറച്ച് മാലാഖമാരുടെ കൂടെ തന്നെ മാതാവും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തരത്തിലുള്ള മാതാവ് ഉണ്ടായിരുന്നു. അതായത് വേളാങ്കണ്ണി മാതാവ്, ഫാത്തിമ മാതാവ്, അമലോത്ഭവ മാതാവ്, ഇങ്ങനെയൊക്കെ. അതാ ഈ ഡ്രസ്സിലൊക്കെ വ്യത്യാസമൊക്കെ, ഓരോ മാതാവിനും ഓരോ കോസ്റ്റ്യൂമൊക്കെയാണ്. അതാണ് ആ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം മാതാവാണ് കേട്ടോ. പിന്നെ ഇവരുടെ കൂടെ തന്നെ ഫ്ലവർ ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ റോഡിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. ഫ്ലവർ ഗേൾസിനെ പറയാൻ മാത്രം അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കൂടുതൽ ഈ മാലാഖമാരൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഫ്ലവർ ഗേൾസ് ഒക്കെ ഭയങ്കര കുഞ്ഞു പിള്ളേരൊക്കെയാണ്. ഒരു 5, 6, 7 ആ ഒരു വയസ്സുള്ള പിള്ളേരൊക്കെ ആയിരിക്കും കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ കുറച്ചും കൂടെ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും കേട്ടോ. കാരണം കുഞ്ഞു പിള്ളേരല്ലേ, അവർ കളർഫുൾ ഡ്രസ്സ് വിട്ട് തലയിൽ ക്യാപ്പ് വെച്ച് കയ്യിൽ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് പോകുന്നതാണ് നല്ല രസമാണ് കേട്ടോ. ഇച്ചിരിയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ബോയ്സും കാണും കേട്ടോ. അവരൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് പള്ളിയിൽ പ്രദക്ഷിണം ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ട് ഇരുന്നതിന് ശേഷം വെടിപ്പൊട്ടിച്ചതായിരുന്നു കേട്ടോ. ഇതത്ര ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലൈവായിട്ടെല്ലാം കാണാൻ പറ്റും. കാരണം വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, ഒരു 200-300 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ പള്ളിയിൽ നിന്ന് വീട്ടിലോട്ടൊക്കെ. ഞങ്ങള് എപ്പോഴും പള്ളിയിലോട്ട് നടന്നു തന്നെ പോകാറ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വയ്യായികയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപ്പയുടെ ഓട്ടോയിൽ ഞങ്ങൾ പോകാറുള്ളത് പള്ളിയിൽ. അതും റെയറാണ്. അപ്പയ്ക്ക് എപ്പോഴെങ്കിലും ഓട്ടോ എടുക്കണം തോന്നുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്യെങ്കിൽ അപ്പം കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ എപ്പോഴും ഒന്നും ഓട്ടോയിൽ പോകാറൊന്നുമില്ല. ഇതിപ്പോ പിറ്റേ ദിവസം പെരുന്നാൾ പൂജ നടക്കുന്ന ദിവസമാണ് കേട്ടോ. അന്ന് രാവിലെ 9:30 തന്നെ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പള്ളി എത്തിയപ്പോൾ 10 മണിയെങ്കിലായി കാണും കേട്ടോ. കാരണം രാത്രി അന്ന് ഏഞ്ചൽ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാനും ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കുമായിട്ടുണ്ടായിരുന്നു. അകത്തൊക്കെ മൊത്തി ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ പോലും സ്ഥലമില്ലായിരുന്നു പള്ളിയുടെ അകത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളിയിലായിരുന്നു ഇരുന്നത്. വെളിയിലാണെങ്കിൽ ഭയങ്കര ചൂടും കാര്യമൊക്കെ ആയിരുന്നു. ഏഞ്ചൽ ഇടയ്ക്കിടയ്ക്ക് കരയും. ഏഞ്ചലിൻ്റെതായ ബുദ്ധിമുട്ടെല്ലാം ഏഞ്ചൽ കാണിക്കുന്നതുകൊണ്ട് ഏഞ്ചലിന്റെ ഉടുപ്പെല്ലാം ഞങ്ങൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളവർ പറഞ്ഞു ഉടുപ്പ് ഊരി, കൊച്ചിന് ചൂടെടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഏഞ്ചലിന്റെ ഉടുപ്പൊക്കെ അങ്ങ് ഊരി. ഷൂ ഒക്കെ നേരത്തെ ഊരിയിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിന് ഷൂ കാണുമ്പോൾ ഭയങ്കര കളിയായി. ഷൂവിനകത്ത് വാവാന്നും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഏഞ്ചലിനെ വെച്ച് അവിടെ ഒരു മരമുണ്ട്, മരത്തിന്റെ താഴെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഏഞ്ചല് പേഴ്സ് വെച്ച് കളിയും അതും ഇതുമൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഇരുന്ന്. പ്രത്യേകിച്ച് പൂജയൊന്നും ശ്രദ്ധിക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അല്ലേലും വെളിയിലിരിക്കുമ്പോൾ പൂജ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. ഒട്ടുമിക്ക ടൈമിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുന്നാൾ ടൈം വരുമ്പോഴൊക്കെ. എല്ലാവരും വെളിയിലായിരിക്കും ഒന്നിച്ച് കൂടുന്നതൊക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇതുവരെ ഇറങ്ങിയില്ലേ, എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അടുത്ത ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം എല്ലാ പെരുന്നാളും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്ന ഇടം ഇതാണ്. അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ചേച്ചിയുടെ മോൻ. ഇന്റർലോക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇട്ടത്. മുന്നേയൊക്കെ ഇവിടെ വെറും മണ്ണും ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ പിന്നെ ഇന്റർലോക്കും കൂടി ഇട്ട് സെറ്റ് ആക്കിയപ്പം കുറച്ചധികം പേര് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. മുന്നേ ഇത്രയും പേരൊന്നും അവിടെ ഇരിക്കില്ലായിരുന്നു. ഇപ്പൊ പെരുന്നാൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞതിന് ശേഷം കൊടിയിറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ഇത്. അതും പ്രദക്ഷിണം പോലെ കുറെ ആൾക്കാർ വലിയായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഓൾമോസ്റ്റ് പള്ളിയിലുള്ള പകുതിമുക്കാൽ പേരും ഇത് കാണാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയും എല്ലാം പോയി കാണുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പോയി കാണാനൊന്നും പറ്റില്ല. കാരണം ഏഞ്ചൽ വാവ ഉള്ളതുകൊണ്ട് തിരക്കിനിടയിൽ പോയി നിൽക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഏഞ്ചൽ വാവയുടെ മൂടെല്ലാം ഓഫായി തന്നെ ആയിരുന്നു അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാതെ സൈഡിൽ കസേര അപ്പോഴത്തേക്ക് ഒഴിവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്കവരും ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലോട്ട് പോകും. ചിലര് പള്ളിയിൽ തിരിച്ചു വന്നിട്ട് ഒരു കുറച്ച് കർമ്മങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ടൊക്കെ ചിലർ പോത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മുഴുവനും കാണാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം തീർന്നിട്ട് ഇറങ്ങത്തുള്ളൂ എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ
കുറെ കസേരയൊക്കെ ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏഞ്ചലും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഏഞ്ചലിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ. ഇതിപ്പം കുടിയൊക്കെ ഇറക്കി കഴിഞ്ഞ് പള്ളിയിലോട്ട് എല്ലാവരും തിരിച്ചു കയറുന്ന വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞങ്ങള് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഏഞ്ചലിന് സാധാരണ 11 മണിക്ക് ഫുഡ് കൊടുക്കുന്നതായിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങളൊരു ആപ്പിള് കട്ട് ചെയ്ത് കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കഴിച്ചത്. മന്തി മനസ്സിലിൽ നിന്ന് മന്തിയായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പള്ളി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും 12 മണി കഴിയുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കലൊന്നും നടക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരുന്നാളല്ലേ, കുറച്ച് വെറൈറ്റി ഫുഡ് ആയിക്കോട്ടെ എന്നും കൂടെ കരുതി. അമ്മയ്ക്ക് പെരുന്നാൾ കുർബാന എന്ന് വെച്ചാൽ കുറച്ചധികം നേരം നീളുന്ന കാരണം പെരുന്നാൾ കുർബാനയ്ക്ക് പോകാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് അമ്മ രാവിലത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് ഇന്ന ദിവസം മന്തി തന്നെ മേടിക്കാം, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ മന്തി മേടിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലാഭമായിട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്കൊരു ഫുൾ മന്തിയുടെ ആവശ്യമുള്ളൂ വീട്ടിൽ. ഫുൾ മന്തി വാങ്ങിച്ചാൽ പോലും റൈസും ചിക്കനും ബാലൻസ് വരാറേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളായിട്ടൊന്നുമില്ല. കൂടുതലും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പയും അനിയനും മാത്രമേ കഴിക്കാറുള്ളൂ. എന്നാലും അവർക്ക് കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓവറായിട്ട് അങ്ങനെ കഴിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഫുൾ മന്തി തന്നെ ഞങ്ങൾക്ക് 5 പേർക്കും അധികമാണ്. അതാ, അമ്മാമ്മയും കൂടെ ഉള്ള സമയത്ത് പോലും അമ്മാമ്മ കഴിച്ചിട്ട് പോലും റൈസ് അധികം വരുന്നിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഫുൾ മന്തി വാങ്ങിക്കുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് ഫുൾ മന്തിയുടെ ആവശ്യമുള്ളൂ. അവിടെ പോയിരുന്ന് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ആംബിയറിലൊക്കെ ഇരുന്ന് കഴിക്കാം. പിന്നെ മയോണൈസ് നമുക്ക് ലാവിഷായിട്ട് കിട്ടും. നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കുന്നതിൽ മയോണൈസ് കിട്ടുന്നതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. കാരണം അവർ 3 ടിന്നിലൊക്കെ മയോണൈസ് കിട്ടും. പക്ഷെ പോയി കഴിക്കുമ്പം അവർ വലിയൊരു കുപ്പിയിലായിരിക്കും ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ പറ്റും. മയോണൈസ് ലാവിഷായിട്ട് തിന്നാൻ പറ്റും. പക്ഷെ മയോണൈസായിട്ട് കഴിച്ചില്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ മന്തി. ഞങ്ങളുടെ വീട്ടിൽ മന്തി എല്ലാവരും ഒരുമിച്ച് പോയി കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ ഓരോരുത്തരും ഓരോ സമയത്തൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വട്ടം മന്തി മനസ്സിലെ കാര്യം ഞാൻ ഇങ്ങനെ അനീഷയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അനീഷയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മന്തി മനസ്സിൽ പോയി മന്തി കഴിക്കണമെന്ന്. അത് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഫുഡൊന്നും കഴിക്കാൻ തോന്നത്തില്ലായിരുന്നു ആ ടൈമിൽ. പെട്ടെന്ന് ഇവള് മന്തിയുടെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു ആഗ്രഹം വന്നു. കാരണം കുറെ നാളായല്ലോ മന്തിയൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നാളുകൊണ്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് മന്തി കഴിക്കണം മന്തി. അങ്ങനെ ഞാൻ തന്നെ എല്ലാവരെയും പൊക്കി എടുത്തിട്ട് പ്രിയ പറഞ്ഞ മന്തി മനസ്സിലോട്ട് തന്നെ വിട്ടു കേട്ടോ. കാരണം അവിടുത്തെ മന്തി ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷമാണ് കേട്ടോ അമ്മയപ്പൊക്കെ മന്തിയുടെ ഭയങ്കര ഫാനായത്. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി എല്ലാം മന്തിനെ പറ്റി പൊക്കി പറയുമായിരുന്നു. മന്തിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ, മന്തി ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഇത്ര വില കൊടുത്താലും നല്ലതാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയൊന്നും അങ്ങനെ ഒരു ഫുഡിനെയും പൊക്കി പറയുന്ന ആളല്ല. പക്ഷെ മന്തിനെ ഒന്ന് പൊക്കി പറഞ്ഞു കേട്ടോ. അമ്മ വരുന്ന വഴിക്ക് പറയുമായിരുന്നു അമ്മ ഇതിനു മുന്നേയും മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ കടയിൽ നിന്നല്ല വേറെ കടയിൽ നിന്ന്. പക്ഷെ ഈ ടേസ്റ്റ് ആ മന്തിക്ക് കിട്ടിയില്ല. ഞങ്ങൾ മന്തിയുടെ പേര് പറയുമ്പോഴും അമ്മ ആ ടേസ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് വേണ്ട എന്നുള്ള രീതിയിൽ ഇരുന്നത്. പക്ഷെ ഇവിടത്തെ മന്തി കഴിച്ച പിന്നെ അമ്മയുടെ ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടി. പിന്നെ അമ്മ ഇവിടത്തെ തന്നെ മന്തി വേണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ മന്തി വാങ്ങിച്ചത്. ഏഞ്ചല് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ മന്തിയൊക്കെ കഴിക്കുന്നത്. ഞാൻ വെറും റൈസ് മാത്രമേ ആക്കും അരി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മയോണൈസ് ഒന്നും അങ്ങനെ തീരെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സെർവ് ചെയ്ത ആള് മൊത്തം അമ്മ തന്നെയാണ് കേട്ടോ. ഏഞ്ചലിന് ഏത് ഫുഡ് ആദ്യമായിട്ട് വായി വെച്ച് കൊടുക്കുമ്പോൾ ഒരു വല്ലാത്ത എക്സ്പ്രഷൻ മുഖത്ത് വരാറുണ്ട്. അത് സ്ഥിരം കഴിക്കുന്ന ഫുഡാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ വരും. ഇത് വെച്ച് കൊടുത്തപ്പോഴേ അതേ എക്സ്പ്രഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആ കേട്ടത് പടക്കം പൊട്ടിക്കുന്നതിന്റെ ഒച്ചയാണ് കേട്ടോ. അപ്രതീക്ഷിതമായി വന്നതാണ്. പിന്നെ മന്തി കഴിക്കുന്നോണ്ട് ടൈം പാസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടിവിയിൽ ഒരു മൂവി ഇട്ടത്. ആ മൂവിയായിരുന്നു ഇട്ടത്. ഞങ്ങളാരും കറക്റ്റായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. എനിക്ക് മന്തി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാണ്. അത് എപ്പോ മന്തി കഴിച്ചാലും എനിക്ക് നല്ല ക്ഷീണമായിരിക്കും. കാരണം എല്ലാരും മത്തടിച്ചു പോയി കേട്ടോ. എല്ലാവർക്കും ഒന്നെവിടെയെങ്കിലും കിടന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ പ്രിയ ഉറങ്ങി, ഏഞ്ചലും ഉറങ്ങി, ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് വീഡിയോ എടുത്തത് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു. പിന്നെ വൈകിട്ടോടെയൊക്കെ ആയപ്പോ അമ്മ പഴം വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പയും ഏഞ്ചലിനും കൊടുത്തത്. ഞങ്ങളെല്ലാവരും ആ ഇത് തന്നെയായിരുന്നു ചായയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് അമ്മയ്ക്കും മൂടില്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും മൂടില്ലായിരുന്നു. കാരണം മന്തി അത്രയ്ക്ക് അങ്ങ് തളർത്തിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഏഞ്ചലിന് ടി വിയിൽ ഇങ്ങനെ ആനിമൽസിന്റെ വീഡിയോ ഇട്ട് കൊടുത്തിരിക്കുമായിരുന്നേ. അതും കണ്ട് ഏഞ്ചല് കഴിക്കും. ഏഞ്ചലിന് അങ്ങനെ എപ്പോഴും ഞങ്ങൾ ടി വി ഇട്ടിട്ട്
ഇത് കഴിപ്പിക്കാറില്ല. കാരണം അതത്ര നല്ലതല്ല, പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും മാസത്തിൽ ഒരു വട്ടം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. മിക്കവാറും ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ TV ഓഫ് ചെയ്യും. ആര് കണ്ടോണ്ടിരുന്നാലും ഞങ്ങൾ അപ്പം തന്നെ TV ഓഫ് ചെയ്യാട്ട് ചെയ്യുന്നത്. അന്ന് വെറുതെ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ അമ്മ സർപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സർപ്പാണെങ്കിൽ ഞങ്ങളൊരു ടിന്നില്ല തട്ടി വെക്കുന്നത്. അപ്പം അതിനകത്തോട്ടൊക്കെ അമ്മ തട്ടി വെച്ച് അമ്മയുടെ കുറച്ച് പണികളൊക്കെ അമ്മ ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ താഴെ വന്നപ്പോൾ കണ്ടത് അപ്പൊ ഫുഡ് കഴിക്കുന്നതും അമ്മതായി ഈ ഡിറ്റർജന്റ് തട്ടി വെക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇത്. ഇതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ചേരം ഇങ്ങനെ അല്ലും തിരിഞ്ഞു വീട്ടിലൊക്കെ തന്നെ നടക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു പണിയില്ല, സൺഡേ ഇല്ലേ. സാധാരണ ഇതുപോലെ സൺഡേസ് ഞങ്ങൾക്ക് പുറത്തെവിടെയിലൊക്കെ പോകാൻ തോന്നാറുള്ളതായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടാ, വീട്ടിന് പുറത്തിറങ്ങാൻ തീരെ മൂടില്ലായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. പെരുന്നാളും കൂടെ കഴിഞ്ഞതല്ലേ, അതുമല്ല ഈ മാസം കൊന്ത മാസമാണ്. അപ്പം എപ്പോഴും പ്രാർത്ഥനയൊക്കെ പഠിക്കണം. ഇതിപ്പോ ദീപാവലിയുടെ തുടക്കമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നല്ല കണക്ക് പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് ഹോണിന്റെയും വണ്ടി പോകുന്നതിന്റെ ഒച്ചയൊക്കെ നന്നായിട്ട് തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് ടോപ്പിക്കിന്നൊന്ന് തിന്നു മാറി. ബാക്ക് ടു ദ ടോപ്പിക്. അങ്ങനെ ഞങ്ങളെല്ലാവരും സന്ധ്യപ്രാർത്ഥന പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഏഞ്ചലിനെ സ്ഥിരം അതിനകത്ത് ഇരുത്തി തന്നെ പഠിക്കാറ്. പിന്നെ കൊച്ചിനെ ഇങ്ങനെ ചില നേരം മൂഡ് പോകും. കാരണം അതിനകത്ത് ഇരിക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഏഞ്ചലിനെ ഇതുപോലെ പിടിച്ചിട്ട് തറയിലെത്തും. ഏഞ്ചലിന് കുറച്ച് വാവകളുണ്ട്. ഏഞ്ചൽ എല്ലാ ടോയ്സിനെയും വാവകൾ എന്നാണ് വിളിക്കാറ്. അപ്പം ആ വാവകളായിട്ട് ഏഞ്ചൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ നൈറ്റ് പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളും അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് കഞ്ഞിയൊക്കെ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഉച്ചയ്ക്ക് അത്ര ഹെവി ആയിട്ടുള്ള ഫുഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റുള്ള വീഡിയോ ഒന്നും അങ്ങനെ വലുതായിട്ട് എടുത്തിട്ടില്ല. ഇതിപ്പം ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങള് കുരിശിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുരിശിട്ട് കൊടുത്തു. കാരണം മുതിർന്നവർക്ക് കുരിശ് കൂട്ടണം. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ എ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എടുത്തെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എ ഡേ ഇൻ മൈ ലൈഫ് എടുത്തൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞങ്ങൾ അധികം എടുക്കാത്ത സംഭവമാണത്. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധമെല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.